വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു എൻട്രി എന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയയിലേക്ക്, ഈ യെല്ലോ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്നിട്ട് നല്ലൊരു ക്യാൻഡിൽ അല്ലെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം വരുന്ന റീടെസ്റ്റിൽ ഒരു എൻട്രി എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഇംബാലൻസിൽ നിന്ന് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ആ ഒരു എൻട്രിയുടെ ടാർഗറ്റും പറഞ്ഞത് ഈ ഒരു ഏരിയയിലായിരുന്നു. ഈ ഒരു ഫസ്റ്റ് ലൈനായിരുന്നു ടാർഗറ്റ് പറഞ്ഞത്. അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇംബാലൻസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു റീടെസ്റ്റ് നോക്കിയാൽ കാണാം, ഇംബാലൻസിൽ നിന്ന് റിജക്ഷൻ വന്നു, പിന്നെ അവിടേക്ക് ഒരു റീടെസ്റ്റ് വന്നു, അവിടെ നിന്ന് വീണ്ടും ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞത് ഈ ഒരു യെല്ലോ ബോക്സിലേക്കായിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് പറഞ്ഞത് ഇവിടെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ താഴെ ഇംബാലൻസ് ആയിരുന്നു, അത് നടന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു, അതായത് യെല്ലോ ബോക്സ് വരച്ചിരിക്കുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ആദ്യം പറഞ്ഞ അതേ കണ്ടീഷനിൽ മറ്റൊരു ട്രേഡും കൂടി കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നു, റീടെസ്റ്റ് വന്നു, വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നിട്ട് റീടെസ്റ്റ് വന്നു. അതേ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു ട്രേഡ് കിട്ടിയിട്ട് വീണ്ടും ആ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ പറഞ്ഞ BTC പറഞ്ഞ 2 എൻട്രി കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ ഹൈ ആണ്. ആ ഒരു ഹൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ, ഇന്നലത്തെ ഹൈയുടെ മുകളിൽ കുറച്ച് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു FEG ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം മാർക്ക് ചെയ്ത ഈ ഒരു ഇംബാലൻസിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്നുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് തന്നെയാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവർ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി, വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഈ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ആ ഒരു ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പാറ്റേൺ നോക്കിയാൽ കാണാം, മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം പ്രത്യേകിച്ച് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹൈന്റെ ലോയിനെ എടുത്തിട്ട് അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ എനിവേ ഇവിടെ നിന്ന് മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലോട്ട് പോകാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റെസിസ്റ്റൻസ് ഏരിയകൾ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിടാം. ഈ ഒരു ഏരിയ, ഇംബാലൻസിലെ ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് ആണ്, അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ഒരു ഏരിയ അല്ലെങ്കിൽ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഈ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ, അതിനെയും മാർക്ക് ചെയ്തിരുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ 2 ലൈനിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നാണ്, ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു ഇംബാലൻസ് ഉള്ളതായിരുന്നു, നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നല്ലൊരു ഏരിയ എന്ന് പറയുന്നത്, മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള നല്ലൊരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ലൊരു റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. ആ ഒരു ഹൈനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഹൈന് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ കാണാം, അവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്, ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷോട് കൂടിയിട്ട് നോക്കിയാൽ കാണാൻ, കൃത്യമായി സപ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു, വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും ചെറിയ ചെറിയ സപ്പോർട്ടുകൾ എടുത്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ടൊരു സപ്പോർട്ട് എടുത്തു, വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വരുന്നുണ്ട്. അത് എവിടെ വരെ വരുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇനി 50 മിനിറ്റ്സിൽ സെല്ലൻട്രി സാധ്യത ആദ്യം നോക്കാം. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി വരിക, അതായത് നല്ല സ്ട്രോങ് ആയിട്ട് ക്യാൻഡിൽ ഇറങ്ങിയിട്ട് ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഇംബാലൻസിനെയും കൂടി ബ്രേക്ക് ചെയ്യണം. ഇവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്, ആ ഒരു ഇംബാലൻസിനെയും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു റീടെസ്റ്റ്. ആ റീടെസ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, എങ്ങോട്ടായിരിക്കണം, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം. അവിടെ ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേണോ മറ്റോ ഉണ്ടായിരിക്കണം.
അങ്ങനെ വരുന്ന ഏരിയയിലേക്ക് റീടെസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു സെൽ എൻട്രി ഉണ്ട്. ആ ഒരു സെൽ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള ഒരു അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്, ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട്, അവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നു. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയിലേക്ക് ആയിരിക്കും മാർക്കറ്റ് വരിക. അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഹൈനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ എത്താനുള്ള സാധ്യതയുണ്ട്, ഒരു ഇംബാലൻസിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചെറിയ റിയാക്ഷൻ, വലിയൊരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യേണ്ട, ചെറിയ റിയാക്ഷൻ ഇങ്ങോട്ടേക്ക് വരാം, ഈ ഒരു ലൈനിലേക്ക് വരാം, അല്ലെങ്കിൽ ഇവിടേക്ക് വരാം. ഈ രണ്ട് ലൈനിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ഇംബാലൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് വീണ്ടും റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലെവൽ വരെ ആയിരിക്കും മിക്കവാറും ഒരു എൻട്രി സാധ്യത കിട്ടാവുള്ളത്. അതൊന്ന് നോക്കുക. ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കുറെ നേരം കൺസോളേഷൻ നടന്ന ഏരിയ ആണ്. അപ്പൊ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല രീതിയിലുള്ള റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഏരിയ വരെ ആയിരിക്കും മിക്കവാറും മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ടാവുക. അതിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്, റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻട്രി സാധ്യതകൾ ഉള്ളത്. ഒരു സെൽ എൻട്രിയും ബൈ എൻട്രിയും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മാർക്കറ്റ് ഒരുപക്ഷെ കുറെ നേരം ഇങ്ങനെ നിന്ന് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് കളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒന്ന് സഡൻ ആയിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു നല്ല റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറെക്കുറെ ടാർഗറ്റ് ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ്കോയിനിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.